ഹലോ സ്റ്റുഡൻസ്, നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കുന്ന ചെറിയൊരു ടോപ്പിക്കാണ് ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. കുറച്ച് ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് യൂറീമിയാണ്. യൂറീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ബ്ലഡിൽ യൂറിയ ആവശ്യത്തിലധികം അക്യുമുലേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷനാണ് നമ്മൾ യൂറീമിയ എന്ന് പറയുന്നത്. ഈ യൂറിയ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യാനുള്ള കാരണം നമ്മുടെ കിഡ്നീസ് പ്രോപ്പറായിട്ട് യൂറിയനെ എലിമിനേറ്റ് ചെയ്യാതെ വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം യൂറിയ പോലുള്ള നൈട്രോജനസ് വേസ്റ്റസ് ടോക്സിക് ആണല്ലേ. നമ്മുടെ ബ്ലഡിൽ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യുന്നത് നല്ലതല്ല, ബിക്കോസ് ഇറ്റ് ഇസ് ടോക്സിക്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഹീമോ ഡയാലിസിസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡയാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരാളുടെ ബ്ലഡിൽ നിന്നും യൂറിയ പോലുള്ള നൈട്രോജനസ് വേസ്റ്റസ് പ്രോപ്പറായിട്ട് ഫിൽട്ടർ ആകാതെ അത് പ്രോപ്പറായിട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ബ്ലഡ് എടുത്ത് അതിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റസ് നമ്മളായിട്ട് റിമൂവ് ചെയ്യുന്നു അല്ലേ, നമ്മളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് തിരിച്ച് ബോഡിക്കകത്തേക്ക് തന്നെ കടത്തി വിടുന്നു. സോ ഫസ്റ്റ് ബ്ലഡ് എടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്നും വേസ്റ്റസ് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ പ്യുവർ ആയിട്ടുള്ള ബ്ലഡ് നമ്മൾ തിരിച്ച് ബോഡിയിലോട്ട് കടത്തി വിടുന്നു. ഇതാണ് ഡയാലിസിസിൽ നടക്കുന്നത്. ഹീമോ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അത് ബ്ലഡിൻ്റെ ഫിൽട്രേഷനുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഹീമോ ഈസ് റിലേറ്റഡ് വിത്ത് ബ്ലഡ്. അപ്പോൾ ബ്ലഡിൽ നിന്ന് നമ്മൾ വേസ്റ്റസ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ യൂറിയ പോലുള്ള സബ്സ്റ്റൻസസ് അടിഞ്ഞുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മൾ ഡയാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡയാലിസിങ് യൂണിറ്റ് എന്ന് വിളിക്കാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഹെപ്പാരിൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. അപ്പോൾ ഹെപ്പാരിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലഡിൻ്റെ ക്ലോട്ടിങ് നടക്കില്ല. ഓക്കെ, സോ ബ്ലഡ് ഡ്രെയിൻ ഫ്രം എ കൺവീനിയൻ്റ് ആർട്ടറി ഈസ് പംപ്ഡ് ഇൻ ടു എ ഡയാലിസിങ് യൂണിറ്റ്. ഡയാലിസിങ് യൂണിറ്റിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ ആഡിങ് ആൻ ആൻറ്റി കൊയാഗുലൻ്റ് ലൈക്ക് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആണ് വിച്ച് വിൽ പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ്. And ഈ artificial kidney or dialyzing unit contains a coiled cellophane tube surrounded by a fluid. അതിനെ നമ്മൾ ഡയാലിസിങ് ഫ്ലൂയിഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സെല്ലോഫെയിൻ ട്യൂബിന് ചുറ്റുമാണ് എന്തുള്ളത്? ഡയാലിസിങ് ഫ്ലൂയിഡ് ഉള്ളത്. ഇതിൻ്റെ കോമ്പോസിഷൻ ബ്ലഡ് പ്ലാസ്മയോട് സിമിലർ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് ദ സെയിം കോമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്മ എക്സെപ്റ്റ് ദ നൈട്രോജിനസ് വേസ്റ്റസ്. നൈട്രോജിനസ് വേസ്റ്റസ് ഒന്നും ഈ ഒരു ഡയാലിസിങ് ഫ്ലൂയിഡിൽ ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന ബ്ലഡിലാണ് നൈട്രോജനസ് വേസ്റ്റസ് ഉള്ളത് അല്ലേ. ആ ബ്ലഡ് ആ ട്യൂബിലൂടെ എത്തുമ്പോൾ അതിന് ചുറ്റും ഉള്ളത് എന്താണ്? ഡയാലിസിങ് ഫ്ലൂയിഡ് ആണ്. അത് പ്ലാസ്മയുടെ കോമ്പോസിഷനിൽ ഇരിക്കുന്ന ഫ്ലൂയിഡ് ആണ്. അതിൽ നൈട്രോജനസ് വേസ്റ്റസ് ഇല്ല. ഇനി ഈ സെല്ലോഫെയിൻ ട്യൂബ്, അതിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് പോറസ് ആണ്. അതായത് അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, ചെറിയ ചെറിയ പോഴ്സ് ഉണ്ട് അല്ലേ. ഈ സുഷിരങ്ങളിൽ കൂടെ ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കും. അതായത് ഈ ട്യൂബിലൂടെയാണ് ബ്ലഡ് വരുന്നത്, അതിന് ചുറ്റും പോകുന്നത് ഡയാലിസിങ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഈ സുഷിരങ്ങളിൽ കൂടെ ബ്ലഡിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റസ് അല്ലേ ഫിൽട്ടർ ചെയ്യും. കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തുനിന്നും കുറവുള്ളിടത്തേക്ക് പോകും. അതായത് ബ്ലഡിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റസ് ഈ ഡയാലിസിങ് ഫ്ലൂയിഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. Okay, the porous cellophane membrane of the tube allows the passage of molecules based on the concentration gradient. ബ്ലഡിലാണ് നൈട്രോജനസ് വേസ്റ്റസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അവർ കൂടുതലുള്ളിടത്തുനിന്നും കുറവുള്ളത് എവിടെയാണ്? ഡയാലിസിങ് ഫ്ലൂയിഡിലാണ്. അപ്പോൾ ഡയാലിസിങ് ഫ്ലൂയിഡിലോട്ട് അവർ മൂവ് ചെയ്യും. ഇനി ക്ലിയർ ആയ ബ്ലഡിനെ നമ്മൾ എന്ത് ചെയ്യും? അത് ആളുടെ ബോഡിയിലേക്ക് തിരിച്ച് കടത്തി വിടും ത്രൂ എ വെയിൻ ആഫ്റ്റർ ആഡിങ് ആൻറ്റി ഹെപ്പാരിൻ ഇൻ ടു ഇറ്റ്. ഫസ്റ്റ് നമ്മൾ ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു ബിഫോർ ഫിൽട്രേഷൻ ടു ദ ബ്ലഡ് ടു പ്രിവെൻറ്റ് കൊയാഗുലേഷൻ. ആൻഡ് ആഫ്റ്റർ ഫിൽട്രേഷൻ നമ്മൾ ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു അല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ജസ്റ്റ് ഹെപ്പാരിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ, അതായത് ബ്ലഡ് കൊയാഗുലേഷൻ നമുക്കിനി പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വി ആർ ആഡിങ് ആൻറ്റി ഹെപ്പാരിൻ ഇൻ ടു ഇറ്റ് ആൻഡ് ദെൻ ഒരു വെയിൻ വഴി നമ്മളത് ബോഡിയിലേക്ക് കടത്തി വിടുന്നു. അതായത് ക്ലിയർ ആയിട്ടുള്ള ബ്ലഡ് അല്ലേ. അടുത്ത ഡിസോർഡർ റീനൽ കാൽക്കുലയാണ്. ഇതിനെ നമ്മൾ കിഡ്നി സ്റ്റോൺസ് എന്ന് വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, കിഡ്നി സ്റ്റോൺസ്. നമ്മുടെ കിഡ്നിയിൽ കാൽഷ്യം ഓർ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ കാൽഷ്യം അല്ലെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് യൂറിനിൽ നിന്ന് സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ട് കിഡ്നിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയാണ് കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നത്. സോ ദർ ക്യാൻ ബി മെനി കോസസ് ഓഫ് ദീസ് സ്റ്റോൺസ്. ഒരുപാട് കാരണങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. ലൈക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സസീവായിട്ട് കാൽഷ്യം കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ കാൽഷ്യത്തിൻ്റെ എലിമിനേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്, ദാറ്റ് മീൻസ് റെഡ്യൂസ്ഡ് എലിമിനേഷൻ
ആൻഡ് ദെൻ റെഡ്യൂസ്ഡ് വാട്ടർ ഇൻടേക്ക്. ഇതൊക്കെ റീനൽ കാൽക്കുലിക്ക് കാരണങ്ങളായിട്ട് പറയാറുണ്ട്. അടുത്തത് കിഡ്നി ഫെയില്യൂർ ആണ്. മൊത്തത്തിൽ കിഡ്നി ഫങ്ഷനിങ് ആകാതെ വരുന്ന അവസ്ഥയാണത് അല്ലേ. കുറച്ച് റീസൺസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് റീനൽ ട്യൂബ്യൂൾസ് ഉണ്ടാകുന്ന ഡാമേജസ് ആണ്. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ വരും അല്ലേ. അല്ലെങ്കിൽ ഡയബറ്റിസ് ദാറ്റ് ഹാസ് കാർഡിയാക് എഫക്ട്സ്. ഡയബറ്റിസ് എങ്ങനെയാണ് കാർഡിയാക് എഫക്ട്സിലോട്ട് പോകുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ഹാർട്ടിന് എന്ത് കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാലും, ഈവൻ ഒരു അറ്റാക്ക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പമ്പിങ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണെന്ന് വിചാരിക്കുക, അത് ഡയറക്റ്റ്ലി നമ്മുടെ കിഡ്നിയെ ബാധിക്കും. ആദ്യം അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി ആയിരിക്കും. ഓക്കെ, ഡയബറ്റിസ് ദാറ്റ് ഹാസ് കാർഡിയാക് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിസ് എങ്ങനെയാണ് കാർഡിയാക് എഫക്ട്സിലോട്ട് പോകുന്നത്? ഡയബറ്റിസിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ഗ്ലൂക്കോസ് വരികയാണ് അല്ലേ, ബ്ലഡിൽ. അപ്പോൾ ഈ ഗ്ലൂക്കോസ്, എക്സസ് ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ടഡ് ആവുകയും അത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും, ഹാർട്ട് ഡിസീസിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഹാർട്ടിൽ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് ഉണ്ടാവുക? ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പമ്പിങ് പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ. അങ്ങനെ എന്തെങ്കിലും എഫക്ട്സ് ഉണ്ടാകുമായിരിക്കും. അത് ഡയറക്റ്റ്ലി എന്തിനെ ബാധിക്കും? കിഡ്നിയെ ബാധിക്കും. അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഒരു കാരണമാകാം. ഓർ ക്രോണിക് ഡ്രഗ് ഇൻടേക്ക്, നമ്മൾ അനാവശ്യമായിട്ട് ഡ്രഗ് എടുക്കുന്ന ആളാണ്, അനാവശ്യമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളാണെങ്കിലും അത് നമ്മുടെ കിഡ്നീനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് കിഡ്നി ഫെയിലിയറിൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കിഡ്നി വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം മറികടക്കാനായിട്ട് പറ്റുക. സോ എ ഫങ്ഷനിങ് കിഡ്നി ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം എ ഡോണർ. ഒരു ഡോണറിൽ നിന്ന് നമ്മൾ ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു കിഡ്നി ഈ രോഗിയുടെ ശരീരത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. ആൻഡ് ആ ഡോണർ എന്ന് പറയുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലും ക്ലോസ് റിലേറ്റീവ് ആയിരിക്കും അല്ലേ. മാച്ചിങ് ആയിട്ടുള്ള കിഡ്നി തരാൻ പറ്റുന്ന ആള്, മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്കാർ അല്ലേ. ടു മിനിമൈസ് ഇറ്റ്സ് ചാൻസസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏതൊരു ഫോറിൻ ഒബ്ജക്റ്റ് ബോഡിക്കകത്ത് കടന്നാലും അതിനെ റിജക്റ്റ് ചെയ്യും. അതിനെ റിജക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്ലോസ്ലി റിലേറ്റീവ് ആയിട്ടുള്ള ആളുടെ അടുത്തുനിന്നും കിഡ്നി വെക്കണമെന്ന് പറയുന്നത്, മാച്ചിങ് ആയിട്ടുള്ള കിഡ്നി വെക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് അലർജിക് റിയാക്ഷൻസ് ഒരുപാട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അടുത്തത് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഗ്ലോമറുലസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അപ്പോൾ ഗ്ലോമറുലസ് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് ആ ഫിൽട്രേറ്റ് കണ്ടുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫിൽട്രേറ്റിൽ ബ്ലഡിൻ്റെ അമൗണ്ട് ഉണ്ടായിരിക്കും. ഇവിടെ ഹെൽത്തി യൂറിനും അൺഹെൽത്തി യൂറിനും കമ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഡിസോർഡറാണ്, ഡിസീസാണ്, ഇൻഫെക്ഷൻ അല്ലേ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഓർ UTI. നിങ്ങളിൽ മിക്കവാറും കേട്ടിട്ടുണ്ടാവും, നിങ്ങളിൽ മിക്കവാറും ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടാവും UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. അത് 3 വിധത്തിലാണുള്ളത്. ഒന്ന് യൂറിത്രയിൽ വരുന്ന ഇൻഫെക്ഷൻ, അതിനെ നമ്മൾ യൂറിത്രൈറ്റിസ് എന്ന് വിളിക്കും. പിന്നെ കിഡ്നിയിൽ വരുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ പൈലോനെഫ്രൈറ്റിസ് എന്ന് വിളിക്കും. ഇനി ബ്ലാഡറിലുള്ള, യൂറിനറി ബ്ലാഡറിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ സിസ്റ്റൈറ്റിസ് എന്ന് വിളിക്കും. ഈ ഇൻഫെക്ഷൻസിൽ പ്രധാനമായിട്ടും പറയുന്ന കാരണം മൈക്രോ ഓർഗാനിസംസ് ആണ്. മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗസ്. ബാക്ടീരിയ ലൈക്കോലെ ബാക്ടീരിയ ഒക്കെ ഇല്ലേ, ഇവരാണ് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നവർ. മറ്റ് റീസൺസും ഉണ്ട്, ലൈക്ക് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക, വാട്ടറിൻ്റെ അമൗണ്ട് കുറയുക, കിഡ്നി സ്റ്റോൺസ്, അതും ഇൻഫെക്ഷൻസിലേക്ക് പോകാം കേട്ടോ. ഏതായാലും മൈക്രോ ഓർഗാനിസംസ് ആണ് കൂടുതലും UTI ഉണ്ടാക്കുന്നത്, ലൈക്ക് ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് കൂടുതലായിട്ടും. ആൻഡ് ഫീമെയിൽസിലാണ് ഈ UTI, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ദാൻ മെയിൽസ്. നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഫീമെയിൽസിലാണ് ഏറ്റവും കൂടുതൽ UTI കാണപ്പെടുന്നത്. ബിക്കോസ് ഫീമെയിൽസിലാണ് യൂറിനറി സിസ്റ്റം, ഐ മീൻ യൂറിത്രയും അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലാസ്റ്റ് പോർഷൻ ANSും തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നത്, അടുപ്പിച്ച് ഇരിക്കുന്നത്. സോ വാട്ട് എവർ ദ മൈക്രോ ഓർഗാനിസംസ് ആർ ദെയർ ഇൻ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓർ റെക്ടം പോർഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡെഫിനറ്റ്ലി അവർ യൂറിത്ര പോർഷനിലോട്ട് വരും. അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് ഫീമെയിൽസിൽ. ബിക്കോസ് ദീസ് 2 റീജിയൻസ് കം ക്ലോസ് ടുഗദർ അല്ലേ. അതുകൊണ്ട് ഇനി വേറൊരു ഡിസോർഡറൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസും ഡയബറ്റിസ് മെല്ലിറ്റസും ഇതിനി നിങ്ങൾ പഠിക്കുവേ. നിങ്ങൾക്ക് ആകെ അറിയാമായിരിക്കുന്ന ഡയബറ്റിസ് എന്ന ടൈമാണ്. അപ്പോൾ ഡയബറ്റിസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അല്ലേ, ബ്ലഡ് ഷുഗർ എന്നാണ് നിങ്ങൾ ചിന്തിക്കുക.
ഈ ബ്ലഡ് ഷുഗറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ്. അത് നിങ്ങളിനി പഠിക്കും, ഡയബറ്റിസ് മെല്ലിറ്റസ്. ഇവിടെ ഞാൻ പറയുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൈലൂട്ടഡ് യൂറിൻ ആണ്. നമ്മൾ ഒരുപാട് ഡൈലൂട്ടഡ് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വാട്ടർ നഷ്ടമാവുന്നു ഡൈലൂട്ടഡ് യൂറിൻ എലിമിനേറ്റ് ചെയ്യുന്ന വഴി. അതിനാണ് നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ADH ഹോർമോണില്ലേ, അദ്ദേഹം ഇൻസഫിഷ്യൻ്റ് ആയിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടുക എന്നതാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഇൻസഫിഷ്യൻ്റ് ADHൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? റീനൽ ട്യൂബ്യൂൾസിൽ നിന്നും നെഫ്രോൺസിൻ്റെ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദെൻ കളക്ടിങ് ഡക്ട്, ഈ പോർഷൻസിൽ നിന്നും വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ മാക്സിമം ആക്കിക്കൊണ്ട് കോൺസെൻട്രേറ്റഡ് യൂറിൻ എലിമിനേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് ADHൻ്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ADH പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യപ്പെടാതിരുന്നാൽ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഒന്നും ഈ പറഞ്ഞ റീജിയൻസിൽ നിന്നും നടക്കത്തില്ല കാര്യമായിട്ട്. സോ ഡൈലൂട്ടഡ് യൂറിൻ നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.